ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കുറച്ചായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഒരു 2 മാസമായിട്ട് കുറച്ച് തിരക്കുകളായതുകൊണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചാനൽ സാദിഖ് ബിസ്മി എന്ന നമ്മുടെ ചാനലിനകത്തും നിത്യം വീഡിയോ ഒരു വീഡിയോ വെച്ചെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള, എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്സാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് എൻ്റെ കയ്യിലൊരു സാധനം ഇരിപ്പുണ്ട്. ഈ സാധനം കണ്ടില്ലേ, ഇത് വന്നിട്ട് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ടാബിൻ്റെയൊക്കെ ബാറ്ററിയാണ്. ഓക്കെ, ഈ ബാറ്ററിനകത്ത് ഈ ബാറ്ററി ഇങ്ങനെ ബൾജായി നിൽക്കുന്നുണ്ട്. ഇത് ഓവർ യൂസ് കൊണ്ട് ഹീറ്റായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ സർക്യൂട്ട് വരും, ആ സർക്യൂട്ട് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് ഓവർ ഹീറ്റായിട്ട് ഇതിനകത്ത് ഇതിങ്ങനെ ബൾജായി വരാറുണ്ട്. ബൾജായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ ബാക്ക് കവറൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ബാറ്ററി മാറ്റാറൊക്കെയാണ് പതിവ്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി തന്നെ എങ്ങനെ നമുക്ക് പഴയ രീതിയിലോട്ട്, ഈ ബൾജായതിനെ നമുക്ക് പഴയ രീതിയിലോട്ട് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഒക്കെ മറക്കാതെ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മുതൽ നമുക്ക് വീഡിയോസ് കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇനി മുതൽ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ പഴയ ഇത്രയും ബൾജായ ബാറ്ററികൾ എങ്ങനെ പഴയ രീതിയിലോട്ട് നമുക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ബാറ്ററി എടുക്കുക, ഏത് ബാറ്ററി ആണെങ്കിലും ശരി കേട്ടോ. അതൊരു ടാബിൻ്റെ ബാറ്ററിയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, എടുത്തതിന് ശേഷം കണ്ട ചെറിയൊരു സൂചി എടുക്കുക. വളരെ ഈസി പരിപാടിയാണ്, ആർക്കും അറിയില്ല. കണ്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. കുത്തി കൊടുത്തതിന് ശേഷം ജസ്റ്റ് കണ്ടോ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതിനുള്ളിലെ എയർ പോവും. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. നമ്മുടെ ബാറ്ററി ഒരു നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. ഓക്കെ, ചില ബാറ്ററികളിൽ ഇത് വെച്ച് കുത്തി കഴിഞ്ഞാൽ കയറൂല. മുകളിൽ ഒരു ഇരുമ്പിൻ്റെ തകിട് പോലൊരു സംഭവം വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് മസ്റ്റായിട്ട് മാറ്റിയതിന് ശേഷം വേണം ഇങ്ങനെ ഹോൾ അടിക്കാൻ. ഓക്കെ, ഇടാൻ അല്ലാതെ ഹോൾ അടിച്ചു കഴിഞ്ഞാൽ ഈ ഹോൾ പോയി ബാറ്ററി തട്ടിക്കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആവാനും തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷിക്കുക. ഹോൾ ഇട്ടതിന് ശേഷം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഹോൾ ഉണ്ടല്ലോ, ഈ ഹോളിൻ്റെ അവിടെ ചെറിയൊരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ഈ ഹോള് അടയ്ക്കേണ്ടതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ടേപ്പ് ഇട്ടതിന് ശേഷം ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഹോൾ അടയ്ക്കുക. അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ രീതിയിൽ നിങ്ങളുടെ ഈ ഒരു ബാറ്ററി നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.